ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. വൈകിട്ട് ഇന്നിവിടെ ചെമ്മീൻ ബിരിയാണി ആയിരുന്നു സ്പെഷ്യൽ. അപ്പം ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നപ്പോൾ കഴിച്ച് നോക്കി, അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി ഉമ്മച്ചീനോട് ചോദിച്ച് പഠിച്ച് വച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അപ്പോൾ ഉമ്മച്ചി വീഡിയോ ഒക്കെ ഇവിടെ സെറ്റാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചെമ്മീൻ ഒരുക്കി കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ശരിക്കും തിരുമ്മി വയ്ക്കുക. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് തിളച്ച എണ്ണയിലേക്ക് പൊരിച്ചു കോരി മാറ്റുക. ഈ എണ്ണയിലേക്ക് തന്നെ സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എന്നിവ ഇട്ട് ശരിക്കും മുരിയിച്ചെടുക്കുക. അതിലേക്ക് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, തൈര് എന്നിവ ഇട്ട് ശരിക്കും മിക്സ് ചെയ്യുക. അതിലേക്ക് നേരത്തെ പൊരിച്ചു വച്ച ചെമ്മീൻ ഇട്ട് ശരിക്കും പിന്നെയും മിക്സ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്ത് അത് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു കലം അടുപ്പത്ത് വച്ച് അതിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്, കുറച്ച് ഉപ്പ് കൂടിയിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ബിരിയാണി അരി കഴുകി വാരി ഇട്ട് വേവിക്കുക. പാകത്തിന് വേവാകുമ്പോൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് ചോറ് മാത്രം മാറ്റി വയ്ക്കുക. ഈ ചോറ് നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളവും അതുപോലെ തന്നെ മല്ലിയിലയും കരിവേപ്പിലയും വിതറി കൊടുക്കുക. അത് കഴിഞ്ഞ് 10 മിനിറ്റ് അത് മൂടി വയ്ക്കുക. അത് കഴിയുമ്പോൾ അത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കച്ചമ്പറ് കൂടെ കൂട്ടിയാൽ അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.